ആക്ച്വലി ഇപ്പോൾ വീണ വിജയന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പം ED കേസിൽ ഇപ്പം വീണ വിജയനിലെ എന്താ എക്സ്ക്ലൂഡ് ആണ്. വീണ വിജയൻ അതില്ല. CMRലുമായി ബന്ധപ്പെട്ടാണ് കേസ് പോകുന്നത്. അപ്പം എല്ലാവരും കാത്തിരിക്കുന്ന കാര്യമാണ് വീണ വിജയൻ എവിടെയെന്നല്ല. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ഇപ്പം CMRL പറഞ്ഞ പോലെ കേസുമായി മുമ്പോട്ട് വന്നു. അവർ വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ പറയുന്നു. മുൻ മുഖ്യമന്ത്രി ഇപ്പം നിലവിലത്തെ പ്രതിപക്ഷ നേതാവ് കാര്യങ്ങൾ പറയുന്നു. പക്ഷേ ഈ കേസിലെ പ്രധാന പ്രതി ഇവിടെ എവിടെയൊന്നും കാണാനില്ല. പ്രതി എന്ന് പറയപ്പെടുന്ന ഈ പറയപ്പെട്ട പ്രതി ഞാൻ പറയുന്നില്ല, കാരണം തെളിവൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ പ്രതി തന്നെയാണ്, പ്രതിപട്ടികയിലുണ്ട്. ഉണ്ട്. അങ്ങനെ പറയുന്ന ഒരു വ്യക്തി എന്താ പറയാ, പരസ്യമായിട്ട് കാണാനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ തന്റെ വാദങ്ങൾ ക്ലിയർ ആക്കാൻ വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളൊന്നും കാണാനില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ആ വ്യക്തി ഇവിടെ ഉണ്ടോ അതോ പുറത്തു പോയോ? ഇവിടെ ഫവാസ് പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് അഥവാ മുൻ മുഖ്യമന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കുന്നു എന്ന് പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം അദ്ദേഹം പണ്ടും ഒന്നും വ്യക്തമാക്കിയിട്ടില്ല, ഇപ്പോഴും ഒന്നും വ്യക്തമാക്കുന്നില്ല. വ്യക്തമാക്കി അല്ലെങ്കിൽ മാധ്യമങ്ങളെ കണ്ടു എന്ന് പറയുന്നത് ആകെ പറഞ്ഞൊരു ഡയലോഗാണ്. ഞാനവിടെ ഉണ്ടായിരുന്നു, എന്നോടൊന്നും ചോദിച്ചില്ല. അതായത് ED എന്നോടൊന്നും ചോദിച്ചില്ല, അവിടെ ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. അതിനകത്ത് എന്ത് നടന്നു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ പ്രധാനമായിട്ട് വരുന്നൊരു ചോദ്യം എന്ന് വെച്ചാൽ, അദ്ദേഹത്തോട് ചോദിച്ചിട്ട് പോലുമില്ല, അദ്ദേഹത്തിന് ഒരു പ്രശ്നവും ഇല്ലാത്തൊരു വിഷയത്തില് പിന്നെ എന്തിനായിരുന്നു ഈ അന്തംകമ്മികൾ പോയിട്ട് ആ വണ്ടി തല്ലി പൊട്ടിച്ചതും EDക്കെതിരെ അതിക്രമം അഴിച്ചു വിട്ടതും ഇപ്പൊ എല്ലാം അകത്ത് പോയി കിടക്കേണ്ട അവസ്ഥ വന്നതും? അദ്ദേഹം തന്നെ പറയണു, എനിക്കൊന്നും പറ്റിയിട്ടുണ്ടായില്ല, എന്നോടൊന്നും ചോദിച്ചു പോലുമില്ല അവര്. പിന്നെ ആർക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളൊരു ചോദ്യം അവിടെ വേറെ വരും. പിന്നെ ഫവാസ് പറഞ്ഞതുപോലെ അദ്ദേഹം വിശദീകരിച്ചു എന്ന് പറയാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. ഇതുവരേക്കും അദ്ദേഹം വിശദീകരിച്ചിട്ടില്ല. ഇത്തരം കാര്യങ്ങളിൽ ഒരു കാര്യങ്ങളും അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടില്ല. എന്തിനു വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ വഴക്കുണ്ടാക്കണ്ട, ഇത് എൻ്റെ മകളുടെ കാര്യമാണ്, പ്രത്യേകം ഒരു വ്യക്തിയുടെ കാര്യമാണ്, ഞാനുമായിട്ട് ബന്ധമില്ലാത്തതാണ്, വെറുതെ നിങ്ങൾ പുറത്ത് പ്രക്ഷോഭം ഉണ്ടാക്കണ്ട എന്നൊരു വാക്ക് പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. നിങ്ങൾ പോയി തല്ലുകൊണ്ടോ, കുറച്ച് നാൾ പോയി അകത്ത് കിടന്നു, ആ സീൻ തന്നെയാണ് അദ്ദേഹം അന്ന് മുതൽ ഇന്ന് വരെ ഫോളോ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു കാര്യത്തിലും അദ്ദേഹം ഇങ്ങോട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്ന കുറെ ഉത്തരങ്ങൾ തരുന്നതല്ലാണ്ട് നമ്മൾക്കുള്ള ഒരു സംശയങ്ങൾക്കുള്ള മറുപടി അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇപ്പോഴും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിശദീകരിച്ചു എന്നുള്ളൊരു കാര്യം എനിക്ക് എത്രത്തോളം ഇത് യോജിക്കാൻ പറ്റുമെന്നറിയില്ല. പിന്നെ വീണ വിജയൻ സമൂഹ മാധ്യമങ്ങൾ വഴിയെന്നല്ല ഒരു വഴികളിലും ഇതുവരെ അവരും ഇതുപോലെ തന്നെ അച്ഛൻ്റെ മകളാണ്, ഒരിക്കലും ഒരു വിശദീകരണം അവരും കൊടുത്തിട്ടില്ല. അവർക്കെതിരെ അറ്റ്ലീസ്റ്റ് മാധ്യമങ്ങളെ കണ്ടു, അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തിട്ടില്ല. പക്ഷെ വീണ വിജയന്റെ കാര്യം വരുമ്പോൾ അതുപോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. വീണ വിജയന് അങ്ങനെ ഒരു വിശദീകരണം കൊടുക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരുന്നതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പിന്നെ ചോദിച്ചതുപോലെ വീണ വിജയൻ എവിടെ എന്ന് ചോദിച്ചാൽ ഇതിന് ശേഷം ആരും വീണ വിജയനെ കണ്ടിട്ടില്ല. ED റെയ്ഡ് നടക്കുമ്പോഴും അതിനുശേഷം അക്രമങ്ങൾ ഉണ്ടാകുമ്പോഴും ഇപ്പോൾ പറഞ്ഞതുപോലെ ഇന്നലെ വന്നിരിക്കുന്ന വിധിയിലാണെങ്കിലും CMRLന്റെ വാദം കേൾക്കുന്നതിന് അനുസരിച്ചിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് CMRLന് കൊടുത്ത ഹർജിയിൽ വെള്ളിയാഴ്ച വരെ കടുത്ത നടപടികളിലേക്ക് കടക്കരുത് എന്നുള്ളത് മാത്രമാണ്. അവിടെയും വീണ വിജയൻ അല്ല ആശ്വാസം. വീണ വിജയൻ ആ ഹർജിയിൽ കക്ഷിയല്ല. അതുകൊണ്ട് തന്നെ ഈ CMRLന് കിട്ടിയ ആനുകൂല്യം വീണ വിജയൻ ഇല്ല. അതായത് വീണ വിജയനെതിരെയുള്ള അന്വേഷണം EDക്ക് തുടരാം. ഇവിടെയും വെള്ളിയാഴ്ച എന്നുള്ളത് ബാധകമല്ല. പക്ഷെ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ED എന്തായാലും അന്വേഷണം കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും അല്ല, വീണ വിജയന്റെ ഫോൺ ലോക്ക് അഴിക്കാൻ EDക്ക് പറ്റിയിട്ടില്ലെന്നാണ് ഇപ്പോഴും പറയുന്നത്. ED ഇപ്പൊ സൈബർ വിങ് ഒക്കെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലത്തും ഒരു പ്രതിയുടെ ഫോൺ ലോക്ക് തുറക്കാൻ അവർക്ക് പറ്റിയില്ല എന്ന് പറയുന്നത് സൈബർ ലോകത്തിന്റെ ഒരു ഗതികേട് അല്ലെങ്കിൽ കഴിവുകേട് തന്നെയാണ്. എന്തായാലും വീണ വിജയനെ വിളിച്ചു വരുത്തി അവരുടെ സാന്നിധ്യത്തിൽ ലോക്ക് അഴിക്കും എന്നും പറയുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഈ ഫോണിന്റെ കാര്യം പറയുന്നത് കൊണ്ടാണ് സെക്രട്ടേറിയറ്റിൽ നിന്ന് കഴിഞ്ഞ 10 വർഷക്കാലം മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് സെക്രട്ടേറിയറ്റിൽ നിന്ന് അനുവദിച്ചു കൊടുത്തൊരു ഫോൺ ഉണ്ടായിരുന്നു, ഒരു പർട്ടിക്കുലർ നമ്പർ ഉണ്ടായിരുന്നു. ആ നമ്പർ മുഖ്യമന്ത്രിക്ക് വേണ്ടി അനുവദിച്ചു കൊടുക്കുന്ന ഒരു നമ്പറാണ്. ആ നമ്പർ കഴിഞ്ഞ ദിവസം വരെ, അതായത് പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹം സ്ഥാനമേൽക്കുന്നത് വരെ, അതിനുശേഷവും ഈ ED റെയ്ഡ് നടക്കുന്ന സമയം വരെയൊക്കെ ആ നമ്പർ ആക്റ്റീവ് ആയിരുന്നു. ആ നമ്പർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ആക്റ്റീവ് ആയിരുന്നു. അദ്ദേഹം അതിന്റെ നമ്പർ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളും കുറേ വർഷങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സാധനം പെട്ടെന്നൊരു ദിവസം ഇല്ലാണ്ടാവില്ല. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം, അതായത് 2 ദിവസങ്ങൾക്ക് മുൻപ് ആ ഫോൺ നമ്പർ കട്ടായിട്ടുണ്ട്. ആ നമ്പർ ഇപ്പം നിലവിലില്ല എന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത്. അത് നോർമൽ ഒരു ഇതിൽ പ്രോട്ടോകോൾ അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അല്ല, അപ്പോൾ അവർ അനുവദിച്ചു കൊടുത്ത ഒരു കാര്യം അവര് കട്ട് ചെയ്തു. ഇനിയിപ്പോ പ്രതിപക്ഷ നേതാവിന് അനുവദിച്ചു കൊടുക്കേണ്ട ഫോണ് കൊടുക്കും. സാമാന്യ ഇതിൽ പ്രോട്ടോകോൾ പ്രകാരം പ്രതിപക്ഷ നേതാവിനുള്ളൊരു നമ്പർ കൊടുക്കും. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഫോൺ അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഫോൺ ഇപ്പോൾ കട്ടായി എന്ന് പറയുമ്പോൾ ഈ 10 വർഷക്കാലം ഈ ഫോണിൽ അദ്ദേഹം ആരെയൊക്കെ വിളിച്ചു, ഈ ഫോണിനെ സംബന്ധിച്ചിട്ട് പുറത്തു വരുന്നൊരു വാർത്ത എന്ന് പറയുന്നത് ആ ഫോണിലേക്ക് സാധാരണക്കാരൻ ഒരു പരാതി പറയാനോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് കൂടെയുള്ള നേതാക്കന്മാർക്ക് പോലും ആ നമ്പറിൽ വിളിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. ഇതിൽ വിളിച്ചിരിക്കുന്നത് VVIPകൾ മാത്രമാണ്. അതായത് വമ്പൻ വ്യവസായ പ്രമുഖരും അതുപോലെയുള്ള ആളുകളും മാത്രം വിളിക്കാനായിട്ടുള്ള ഒരു
മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു മാഫിയ സംഘം പോലെ, അല്ലെങ്കിൽ ആ പുള്ളിക്കാരൻ്റെ ഒരു ബിസിനസ് ഉണ്ടായിരുന്നല്ലോ രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള, അത്തരം കുറേ കൂട്ടുകാർ മാത്രം വിളിക്കുന്ന, VVIP മാത്രം വിളിക്കുന്ന ഒരു നമ്പർ എന്നുള്ളതാണ് അവരുടെ ഇടയിൽ തന്നെയുള്ള വൃത്തങ്ങൾ ഈ നമ്പറിനെ പറ്റിയിട്ട് പറയുന്നത്. അപ്പോൾ അത്തരം വമ്പൻ നേതാക്കളിൽ ഒരു പക്ഷേ CMRL ഇടപെട്ടിട്ടുള്ള, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള ഒരേ ലേബലിന്റെ പുറത്ത് മാത്രം വീണ വിജയന് മാസപ്പടി കൊടുത്ത ഒരുപാട് കമ്പനികളുടെ, ലാവ്ലിൻ ഉൾപ്പെടെയുള്ള കമ്പനികളിൽ നിന്നൊക്കെ ഫണ്ട് എക്സാലോജിക്കിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അത്തരം ഇടപാടുകളും ഫോൺ കോളുകളും ഒക്കെ നടന്നിട്ടുള്ളത് ഒരുപക്ഷെ ഈ നമ്പറിൽ തന്നെ ആയിരിക്കാം. ഇത്തരത്തിലൊരു രഹസ്യ നമ്പർ ഉണ്ടാവുക, പെട്ടെന്ന് കട്ടാവുക. ഇപ്പൊ കട്ടായി എന്ന് വിചാരിച്ചിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഇഡിക്ക് എടുക്കാൻ പറ്റില്ല എന്നല്ലല്ലോ. എന്തായാലും ഉറപ്പായിട്ടും VD സതീശന്റെ ഒരു മാസ്റ്റർ സ്ട്രൈക്ക് എന്ന് തന്നെ ചിലപ്പോൾ അതിനെ പറയേണ്ടി വരുമായിരിക്കാം. പെട്ടെന്ന് അതിനകത്തുനിന്നുള്ള കുറെ ഡേറ്റാസ്, ഇൻ കേസ് ഒരുപാട് IT വിദഗ്ധരൊക്കെ ഉള്ള ഒരു ടീമാണല്ലോ പിണറായി വിജയന്റെ മകളുടേതാണെങ്കിലും. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു സഖാവ് അതിനകത്തുള്ള ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു ഉത്തരം നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു. എന്തായാലും IT വിദഗ്ധയാണ് എന്ന് പറയുന്ന വീണ വിജയന്റെ ഡീറ്റെയിൽസും ഡേറ്റാസും ഒക്കെ റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സൈബർ വിങ്ങിന് കഴിയും. എന്തായാലും ലോക്ക് കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന സൈബർ വിങ്ങിന് ഇത് പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. നോർമൽ കഴിവുള്ള സൈബർ ടീമിന് ഉറപ്പായിട്ടും അത് പറ്റും. ഡേറ്റാസ് എനിക്ക് തോന്നുന്നു ഇതിനകം തന്നെ ഈ പറയുന്ന ഈ പർട്ടിക്കുലർ നമ്പർ നോക്കിയിട്ട് അതിൻ്റെ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടാവും. ഈ 10 വർഷക്കാലം വിളിച്ച VVIP മാത്രം വിളിക്കാവുന്ന ഒരു നമ്പർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാം. ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി, കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ട് വളർന്നു വന്നൊരു മുഖ്യമന്ത്രി, സാധാരണക്കാരന്റെ പാർട്ടിയുടെ മുഖ്യമന്ത്രി, അങ്ങനെ വന്നൊരാൾക്ക് സാധാരണക്കാർക്ക് വിളിക്കാൻ ഇത് അനുവാദമില്ലാത്തൊരു നമ്പർ, VVIP മാത്രം, ഉന്നതന്മാർക്ക് മാത്രം വിളിക്കാവുന്ന ഒരു നമ്പർ. അപ്പൊ അതില് എന്താണ് നടന്നിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പായിട്ടും ED റഡാറിൽ തന്നെ ഉണ്ടാവും. ഈ കേസ് സത്യസന്ധമായിട്ടാണ് അന്വേഷിക്കുന്നതെങ്കിൽ മാത്രം. അത് ഇങ്ങനെയും കണ്ടുകൂടെ? ഇപ്പം ഒരു ഒഫീഷ്യൽ നമ്പറാണ്, ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത ഒരു നമ്പറാണ്. സ്വാഭാവികമായിട്ടും അത് ഈ പറഞ്ഞ പോലെ ഇപ്പം എനിക്കൊരാൾ നമ്പർ, അങ്ങനെ ഗവൺമെന്റ് ഒഫീഷ്യൽ നമ്പർ തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്തരം എന്താ പറയുക, എനിക്ക് ഇന്ന് എന്താ പറയുക വലിയ VVIP കോളുകളൊന്നും ഞാൻ അതിലോട്ട് വിളിക്കില്ല. എനിക്ക് പേഴ്സണൽ കോൾ, മൊബൈൽ നമ്പർ വേറെ ഉണ്ടാവും, അതൊന്നും വിളിക്കില്ല. അപ്പോൾ ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ ചെയ്യുന്നു തോന്നുന്നുണ്ടോ? മുഖ്യമന്ത്രി അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഒപ്പിട്ട് കൊടുത്തത് പോലും. നേരത്തെ ശിവശങ്കറിന്റെ കേസ് വന്നപ്പോഴാണെങ്കിൽ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് അറിയില്ലായിരുന്നു. അത്തരത്തില് ഒരു സ്റ്റാമ്പ് ഒപ്പിടുന്നത് മാത്രം വായിച്ചു നോക്കാൻ പോലുമുള്ള, മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പറുകൾ ഏതാണെന്ന് പോലും അറിയാത്തൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം എന്നുള്ള രീതിയിൽ നമ്മൾക്ക് നേരത്തെ ചർച്ചകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു റബ്ബർ സ്റ്റാമ്പ് ആയിട്ട് ഇരുന്നൊരു മനുഷ്യനായിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം പോലും അറിയാതെ ഇത്തരം കോൺട്രാക്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഈ ഫോൺ ത്രൂ അദ്ദേഹത്തെ കൊണ്ട്, അദ്ദേഹത്തിന്റെ അനുയായികളായി നിൽക്കുന്ന, അല്ലെങ്കിൽ സൂപ്പർ മുഖ്യമന്ത്രി കളിച്ചിരുന്ന കുറെ ആളുകളുണ്ട്, P ശശി ഉൾപ്പെടെയുള്ളവര്, ഒരുപാട് പേര്. അപ്പൊ അവർക്കൊക്കെ ഒരു പക്ഷേ പിണറായി വിജയന്റെ പേഴ്സണൽ നമ്പർ എടുക്കുന്നതിനേക്കാളും ബെറ്റർ ചോയ്സ് ഇതായിരിക്കാം. അപ്പൊ എന്തായാലും ആ ഫോണിനകത്ത് രഹസ്യങ്ങളില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. VVIP മാത്രം വിളിക്കുന്ന ഒരു ഫോൺ എന്നുള്ള രീതിയിലും ഒരിക്കലും മുഖ്യമന്ത്രി ഡയറക്റ്റ് ആയിരിക്കില്ല ആ ഫോൺ എടുത്ത് സംസാരിക്കുക കൂടുതലും. പക്ഷെ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ഫോൺ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥർ പരിശോധിക്കാതിരിക്കില്ല. എന്നാലും ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് അത്രയും വിശ്വസ്തരായ ആളുകൾ മാത്രം. ഇപ്പോൾ ഫവസ് പറഞ്ഞ പോലെ ADGP അടക്കമുള്ള, അന്ന് ശിവശങ്കർ കൊടുത്ത പേപ്പറിൽ ഒപ്പിടുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടതാണെന്ന്. ഒരു മുഖ്യമന്ത്രി വായിച്ചു പോലും നോക്കാതെ ഒരു IAS ഓഫീസർ കൊടുക്കുന്ന പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തു എന്ന് പറയുന്നിടത്ത് തന്നെ അറിയാം അദ്ദേഹം എന്തായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ മുൻ മുഖ്യമന്ത്രി ഇപ്പോഴും കഴിഞ്ഞ 10 വർഷമായിട്ട് ആ സാധനമാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു സാധനം ഇപ്പോഴും നാവൊന്നും പോയിട്ടില്ല. മുൻ മുഖ്യമന്ത്രി, നിലവിലെ പ്രതിപക്ഷ നേതാവിന് ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താനുണ്ടായ ജോൺ ബ്രിട്ടാസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനമാണെങ്കിലും പറയേണ്ട പോയിന്റ് ആണെങ്കിലും എവിടെ ഒപ്പിടണം, എന്ത് ചെയ്യണം എന്നുള്ളത് ജോൺ ബ്രിട്ടാസ് പോയതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളിലോട്ട് മുഖ്യമന്ത്രി പോയി പെട്ടിട്ടുള്ളത്. ഉപജാപക സംഘത്തിലേക്ക് അദ്ദേഹം വന്നു പെട്ടത് ജോൺ ബ്രിട്ടാസ് മാത്രമായിരുന്ന സമയത്ത് ഇത്രയും അക്കിടി പറ്റിയിട്ടില്ല എന്ന് തോന്നി. ഇപ്പൊ ഒരുപാട് പേരായപ്പോ അവരെല്ലാവരും അദ്ദേഹത്തിന് വിശ്വസ്തരായി, എല്ലാവരും അദ്ദേഹത്തിന് പണി കൊടുത്തു എന്നും കൂടി കരുതേണ്ടി വരും. അതിനിടയിൽ ഇപ്പോൾ എക്സാലോജിക്കിന്റെ വിഷയത്തിലാണെങ്കിലും വന്ന കുറെ പേരുകൾ, ചുരുക്കപ്പേരുകൾ ഉണ്ടായിരുന്നു. അത്തരം ചുരുക്കപ്പേരിൽ PV, ഇത് PV ആരാണ്? പിണറായി വിജയനാണോ അതോ മറ്റാരെങ്കിലും ആണോ? അല്ലാണ്ട് തന്നെ ഒരുപാട് പേരുകൾ അതിനിടയിൽ വന്നു. PV അൻവർ, അല്ലാണ്ട് തന്നെ ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തെ അറസ്റ്റിന് മുന്നായിട്ട് ഹോസ്പിറ്റലിൽ പോയി കിടന്ന ഒരാളുണ്ടല്ലോ, രവീന്ദ്രൻ, ലൈക്ക് അതുപോലെ ഒരാള്, അതുപോലെ ഒരുപാട് PVകളുണ്ട്. അപ്പൊ അത്തരം ഒരുപാട് ചുരുക്കപ്പേരുകൾ നിറഞ്ഞിട്ടുള്ള ഒരുപാട് അന്വേഷണങ്ങൾ വരുമ്പോൾ പേഴ്സണൽ നമ്പറിനപ്പുറത്തേക്ക് ഇപ്പോൾ വീണ വിജയന് പറയാം, ഇപ്പോൾ ലോക്ക് തുറക്കണമെങ്കിൽ ഞാൻ തന്നെ വേണം, അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ വെച്ച് തുറക്കണം. പാവം നമ്മുടെ സൈബർ ടീമിന് ഇതുവരെ വീണ വിജയന്റെ
ലോക്ക് തുറക്കാൻ പറ്റിയിട്ടില്ല. അത്രയും അവർക്കറിയില്ല ആ ഫോൺ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉള്ളതായിരിക്കും, എൻ്റെ അവർക്ക് ഒരു തുറക്കാൻ കൂട്ടുകാരുണ്ട്, പറ്റിയിട്ടില്ല. അവൻ ഈ പറഞ്ഞ പോലെ വലിയ ടെക്നിക്കലൊന്നും ആയിട്ടില്ല, അത്യാവശ്യം ഈ പറഞ്ഞ ഹാക്ക് ചെയ്യും. പക്ഷെ അവനടക്കം കൂളായിട്ട് ഏത് ഫോണിന്റെയും സെക്യൂരിറ്റി ലോക്ക് അവൻ പൊളിക്കാൻ പറ്റും. അപ്പൊ എനിക്കറിയുന്നില്ല എന്തുകൊണ്ട് ഇ ഡിക്ക് ഇത്തരത്തിലുള്ള സെറ്റപ്പ് അതെ, കിട്ടാത്തതുകൊണ്ടാണോ അപ്പൊ വീണ വിജയന്റെ ഫോണിൽ മാത്രം തുറക്കാൻ പറ്റാണ്ടാവുന്നതും വീണ വിജയനെ വിളിച്ചു വരുത്തി തുറക്കേണ്ട ഗതികേടിലേക്ക് പോകുന്ന ഇ ഡിയുടെ സൈബർ വിങ് ഒരു പക്ഷെ ഈ പറയുന്ന പെർട്ടിക്കുലർ ഫോണിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ ഇവർക്ക് പറ്റിയില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇത് ഒഫീഷ്യൽ സെക്രട്ടേറിയറ്റ് കൊടുത്തൊരു ഫോണാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് ഇത് പെട്ടെന്ന് കട്ട് ചെയ്തു എന്നുള്ളത് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് അദ്ദേഹം നോക്കുമ്പോൾ അത് കട്ടായിരിക്കുന്നു എന്ന് പറയുമ്പോൾ വി ഡി സതീശൻ സർക്കാർ, അപ്പോൾ അദ്ദേഹത്തിന്റെ സർക്കാരാണല്ലോ ഉള്ളത്, അപ്പോൾ അവരുടെ എല്ലാം പെരുമാറ്റച്ചട്ടങ്ങളും കാര്യങ്ങളും ബാക്കിയുള്ള നടപടികളിലേക്കൊക്കെ വരുമ്പോൾ ആദ്യത്തെ ഒരു പടിയായിരിക്കാം അത്. ഇത്തരത്തിൽ പഴയ കാര്യങ്ങളിൽ നിന്നൊക്കെ പുതിയതിലേക്ക് വരുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന പേഴ്സണൽ നമ്പർ കട്ട് ചെയ്ത് ഇനി പ്രതിപക്ഷ നേതാവിനുള്ളത് കൊടുക്കും എന്ന് പറയുന്നത്. പക്ഷേ ഈ കട്ട് ചെയ്ത ഫോണിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടാവും എന്ന് തന്നെ ശരിക്കും നമുക്ക് വിശ്വസിക്കാം. എന്നുവെച്ചാൽ ഈ പറഞ്ഞതുപോലെ ഒഫീഷ്യൽ കാര്യങ്ങൾ മാത്രം ഇതിൽ നടത്തിയ പോരെ, പേഴ്സണൽ വേറൊരു ഫോൺ യൂസ് ചെയ്തോടെ എന്ന് ചോദിച്ചാലും അത് ഒറ്റയ്ക്ക് പടവെട്ടി വന്നവനാണെങ്കിൽ ഓക്കെ. പക്ഷെ ഇത് മുന്നിൽ നിർത്തി പടവെട്ടാൻ ഒരുപാട് ഉപജാപക സംഘങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരു തലവൻ മാത്രമായതുകൊണ്ട് ഇതിന് ചുറ്റും നിന്ന് കളിച്ചവർ ഉറപ്പായിട്ടും ഈ പേപ്പർ കാണിച്ച് ഒപ്പിടുന്നത് പോലെ അവർക്ക് ഉപയോഗിക്കാൻ എളുപ്പമുള്ള ഒരു ഫോൺ ഇതായിരിക്കാം. പക്ഷെ ഇതിലേക്ക് CMRLന്റെ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അതിനകത്തുണ്ടോ, അല്ലെങ്കിൽ മകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ കമ്പനികളുടെയും ഡീറ്റെയിൽസ് ഇത്തരം മാസപ്പടി ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും വരുന്നത് മകൾക്കാണല്ലോ കൊടുക്കുന്നത്. ഇതിന്റെയൊക്കെ ബേസ് എന്താണ്? മകൾ അത്ര വലിയൊരു ബിസിനസ് സാമ്രാട്ടാണോ? ബിസിനസ് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിരാക്ഷസിയായ, അല്ലെങ്കിൽ ബിസിനസ്സിൽ IT ലോകത്ത് ഭയങ്കര ഇൻവെൻഷൻസ് ഒക്കെ നടത്തിയിട്ടുള്ള ഒരു ലേഡിയൊന്നും അല്ല അവര്. അവരീ പറയുന്ന എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയിൽ തന്നെ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് തന്നെ ഏറ്റവും നിസ്സാരമായിട്ട് ബേസിക് ആയിട്ട് കമ്പ്യൂട്ടർ അറിയാവുന്നവർക്കുള്ള കുറച്ച് ഡേറ്റാസും കാര്യങ്ങളും മാത്രമാണ്. അപ്പൊ അതുപോലെ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കമ്പനികൾ വന്നിട്ട് ഒപ്പിടുന്നു, കരാറ് ഒപ്പിടുന്നു, അതിന് ചെയ്യാതെ തന്നെ സേവനത്തിനുള്ള ഫലം അങ്ങോട്ട് കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെയൊക്കെ ഒറ്റ ലേബൽ മുഖ്യമന്ത്രിയുടെ മകൾ ആയിരുന്നു എന്നത് മാത്രമാണ്. അപ്പൊ അതിന്റെ ബേസിൽ നടത്തിയ പല കാര്യങ്ങളും ഈ ഫോണിൽ ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ വീണ വിജയൻ ഇപ്പൊ ഇത്ര ദിവസമായിട്ട് കാണുന്നില്ല എന്ന് നമ്മൾ ആദ്യം പറഞ്ഞതില് ഒരു പക്ഷേ മുങ്ങിയിട്ടുണ്ടാവാം. ഇവരൊന്നും മുങ്ങുന്നത് നമുക്ക് അതെ, ലുക്കൗട്ട് നോട്ടീസ് ആ വിഷയത്തിലേക്കൊക്കെ പോകുന്നറിയില്ല. എന്തായാലും ഇപ്പൊ ED വിളിക്കുന്ന ദിവസം അവർ ഹാജരായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം മുങ്ങി എന്നുള്ളത്. എന്തായാലും ആ പണ്ടും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന് പരിചയമില്ലാത്ത ഈ ചില്ലുമടയിലിരിക്കുന്ന ആളുകളായതുകൊണ്ട് എവിടെ എന്നറിയില്ല. ED അന്ന് വന്നപ്പോൾ പോലും ഫസ്റ്റ് അവർ നോക്കുന്നത് എവിടെയാണ് വീണ വിജയൻ ഉള്ളത്. പ്രതിപക്ഷ നേതാവിന്റെ വാടക വീട്ടിലാണ്, അങ്ങോട്ടേക്കാണ് ED ആദ്യം എത്തിയത്. പിന്നീടാണ് അവർക്ക് ചുറ്റുമുള്ള ഭർത്താവിന്റെ വീട്, അതുപോലെ തറവാടായിട്ടുള്ള കണ്ണൂര്, അവിടെയൊക്കെ പോയിട്ടുള്ളത്. അപ്പൊ വീണ വിജയനെ എപ്പോഴും ED റഡാറിൽ തന്നെ ആയിരിക്കണം. പക്ഷെ മുങ്ങുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. PP ദിവ്യയെ നിമിഷങ്ങൾ കൊണ്ട് മുക്കാൻ പറ്റുന്ന CPM പാർട്ടിക്ക് മുഖ്യമന്ത്രിയുടെ മകളെ മുക്കാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല.